അഖിൽ മാരാറെ ചാനൽ ചർച്ചയിൽ വിളിച്ചു വരുത്തിയിരുത്തി ഇങ്ങനെ കരയിപ്പിക്കുന്നത് വളരെ മോശമായ ഒരു പ്രവൃത്തിയാണ്. അഖിൽ മാരാർ എന്താണ് രാഷ്ട്രീയത്തിൽ മാത്രമല്ലേ ബിഗ് ബോസിൽ പോകുന്നതിനേക്കാൾ ലുലു പോയി മുണ്ടുപോയി കാണിക്കുന്നതാണ് എന്ന് അഖിൽ മാരാർ പറയുകയും അവസരം കിട്ടുമ്പോൾ നേരെ ബിഗ് ബോസിലേക്ക് പോവുകയും ചെയ്യും. അഖിൽ മാരാർ കോൺഗ്രസിന്റെ സ്ഥാനം ആഗ്രഹിച്ച് കിട്ടാതാകുമ്പോൾ നേരെ NDA ഫോൾഡിലേക്ക് പോവുകയും ചെയ്യും. ഒന്നും അല്ലെങ്കിൽ അദ്ദേഹം മരിച്ചു കിടക്കുന്ന ഒരാളല്ലേ, അയാളെ വീണ്ടും കൊല്ലാൻ നോക്കുന്നത് ശരിയല്ല. ഇന്ന് ജിൻഡോ എന്നെ വിളിച്ചോണ്ട് പോയി നാരങ്ങ വെള്ളം മേടിച്ചു തന്നാൽ ഞാൻ ജിൻഡോ കൊള്ളാന്ന് പറയും. നാളെ ഇതാണ് ഞാൻ പറഞ്ഞത്, വൈറ്റിപ്പഴപ്പാണ്. രാഷ്ട്രീയമാണ്. പച്ചരിയുടെ പ്രശ്നമാണ്. നിങ്ങൾക്ക് ഒരു കാശ്മീർ പാവപ്പെട്ടവനെ ഉദ്ധരിക്കാനല്ല. ഒരു നാരങ്ങ വെള്ളം തന്നു കഴിഞ്ഞാൽ അപ്പൊ വാക്ക് പറ്റി പറയുന്ന അഖിലിനെ എങ്ങനെ നാട്ടുകാർ വിശ്വസിക്കും? ഇങ്ങനെ മറുകണ്ഠം ചാടി നടന്നപ്പോ നീ ആലോചിച്ചില്ല ആമ്പിള്ളേരെ കൈക്ക് ചെന്ന് വീഴുമെന്ന്. ഇതിന്റെ ഈ അവസ്ഥ കാണുമ്പോൾ നോക്കുന്ന സ്വരാജേട്ടൻ പറഞ്ഞത് ഇവൻ ഇങ്ങനെ മുന്നിൽ കയറുന്ന ഞാൻ എങ്ങനെ ഓടും? എന്ത് ഐഡിയോളജി? ഞാൻ പറയാം. അഖിൽ മാരാർ പറഞ്ഞു, അതായത് BJP-യോട് ചേരാൻ 80% ചേരാൻ പറ്റുള്ളൂ. അതുകൊണ്ട് എനിക്ക് ചേരാൻ പറ്റിയ ഏറ്റവും നല്ല പ്രത്യയശാസ്ത്ര ഐഡിയോളജിക്കൽ ധാര 2020 ആണ് എന്ന് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. അവർക്ക് ആശയം കേൾപ്പിക്കണോ? അവർക്ക് ആശയം ഒന്ന് ബോധം കിട്ടണമെങ്കിൽ അഭിനയിച്ച മണ്ട. 17 വർഷം രാജ്യം ഭരിച്ച നെഹ്റുവിന്റെ പേര് വെക്കാൻ മടിയായതുകൊണ്ട് ഗാന്ധിയുടെ പേര് കടം കൊണ്ടുവന്ന. അങ്ങനെയാണെങ്കിൽ അച്ഛന്റെ പേര് രാജൻ എന്ന പേര് മാറ്റി കോട്ടാത്തല വെച്ചതെന്താ? അച്ഛന്റെ പേര് മോശമായിട്ടാ? ആണോ? നിങ്ങളുടെ പേര് ഇങ്ങനെ ഇരുന്ന് പുഴുക്കാനും വേണം ഒരു തൊലിക്കട്ടി. പിന്നെ കണ്ണാടി വെച്ചിരിക്കുന്നതുകൊണ്ട് കണ്ണീര് ഒലിച്ചു വരുന്നത് ആരും കണ്ടിട്ടില്ല.